ഹലോ, എല്ലാവർക്കും സുഖമാണോ? കൊടൈക്കനാലിൽ യാത്ര പോയാലോ? അത് ഞങ്ങളുടെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ആയിട്ട് കുറച്ച് നാളായി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അത് നടത്തിയെടുത്തു. അങ്ങനെ ഞങ്ങളുടെ ട്രാവലറിൽ ഞങ്ങൾ യാത്ര തുടങ്ങി. വണ്ടി ഇങ്ങനെ പുത്തനങ്ങാടിയിൽ നിന്ന് വൈക്കം റൂട്ട് തൃപ്പൂണിത്തറ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നിധിക്കുട്ടിയൊക്കെ ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് കൂടി. ആസ് യൂഷ്വൽ ആമിക്കും നിധിക്കും കുറെ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ആ സന്തോഷം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെയും കൂട്ടി ഞങ്ങൾ യാത്ര തുടങ്ങി. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് കർമുറ തിന്നാനൊക്കെയുള്ള സ്നാക്സ് ഒക്കെ ഓൾറെഡി കരുതിയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നേരെ വെങ്ങോലയിലോട്ടാണ്. അവിടെ നിന്ന് ഫേമിയും കണ്ണേട്ടനും അമ്പാടിയും കൂടി ഞങ്ങളുടെ കൂടി ട്രിപ്പിന് കൂടും. അപ്പൊ ഇനി കുറച്ചു നേരം ഞങ്ങളുടെ കലാപരിപാടികൾ കണ്ടാലോ. അങ്ങനെ വെങ്ങോലിൽ നിന്ന് ഫെമിനെയും കണ്ണേട്ടനും അമ്പാടിനെയും കൂട്ടി യാത്ര തുടങ്ങി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വണ്ടിയിലെ കലാപരിപാടി? അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ചായ കുടിക്കാനൊരു പൂതിയായി. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിർത്തിയതാ. ഞങ്ങൾ പ്ലാൻ ചെയ്തത് കമ്പന്തേനി റൂട്ട് പോകാനായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പാലക്കാട് റൂട്ട് തന്നെ മതിയെന്നോർത്ത് ആ റൂട്ടാണ് പിടിച്ചത്. കുഞ്ഞുങ്ങൾ 3 പേരുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ഒരിടത്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം നേരം അങ്ങനെ പോകും. ആദ്യത്തെ ഡാൻസും കലാപരിപാടികളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്നിട്ടോ. പിന്നെ എല്ലാവരും ആസ് യൂഷ്വൽ ഉറക്കത്തിലേക്ക് കടക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴത്തേക്ക് പിള്ളേർ നല്ലോണം അങ്ങോട്ട് ആക്റ്റീവായി. പിള്ളേരുടെ കലാപരിപാടികളായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങളും കുറേ നേരം ഇരുന്നു.
ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ കമ്പന്തീനി റൂട്ട് പോകാമെന്നായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു. പിന്നെ പാലക്കാട് പൊള്ളാച്ചി റൂട്ട് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുതിരാൻ ടണലിലൂടെ ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ പോയി ഡിന്നർ കഴിക്കാൻ ടൈമായി. എല്ലാവർക്കും വിശന്നും തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോട്ട് കയറുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കയറി കഴിക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday, happy birthday. അരുണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 25th. അപ്പോൾ അവനറിയാതെ ഞങ്ങളും ഗീതവും ഒക്കെ കൂടി ഒരു പ്ലം കേക്കൊക്കെ വാങ്ങിച്ച് ട്രാവലറിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അവനൊരു സർപ്രൈസ് കൊടുത്തു. നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കൊടൈക്കനാൽ എത്തിയപ്പോഴത്തേക്ക് ഏർലി മോർണിംഗ് 5 o'clock ആയി. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിലെത്തി. അതിനും തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം വിളിച്ച് ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി ഓൾറെഡി ബുക്ക്ഡായി പോയായിരുന്നു. പിന്നെ ആ ചേട്ടനെ വിളിച്ച് വേറൊരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പർട്ടിനെ പറ്റി വലുതായിട്ടൊന്നും പറയണമെന്നില്ല. ജസ്റ്റ് ഫ്രഷ് ആവാനുള്ളൊരു സ്റ്റേ അതുമാത്രം ഞങ്ങൾ കൊടൈക്കനാൽ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. നൈറ്റിലെ ലോങ് ട്രാവൽ ജേർണി കഴിഞ്ഞ് എത്തിയതിൻ്റെ ക്ഷീണം കൊണ്ട് എല്ലാവരും കയറി കിടന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കൊടൈക്കനാലിലെ ഞങ്ങളുടെ ഫസ്റ്റ് മോർണിംഗ് ആണ്. നല്ല തണുപ്പായിരുന്നു. എവിടെ കൊടൈക്കനാല? ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വരണ്ടെന്ന്. ഇവിടെ വരെ തണുപ്പാന്ന്. കാപ്പി വേണം. ഞങ്ങൾക്ക് രാവിലെ ഒരു കട്ടൻ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല മധുരമുണ്ട്, നല്ല തണുപ്പാണ് ഗൈസ്. നല്ല തണുപ്പായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഫസ്റ്റ് ടൈം ഇത്രയും തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതൊന്നും ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും കൂടി രാവിലെ പാർട്ടി ആയിട്ട് ഇറങ്ങി. നല്ല തണുപ്പാണ് ഗൈസ്. ഞാൻ മിക്കവാറും ചത്തു. നോക്കാവോ? ഒരു 11 മണി കഴിയുമ്പോഴത്തേക്ക് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ പതിയെ തന്നെ ഞങ്ങൾ ഫ്രഷ് ആവാൻ തുടങ്ങി. പിള്ളേർ ആദ്യം റെഡിയാക്കി, അത് കഴിഞ്ഞിട്ട് ഞങ്ങളും റെഡിയായി. അപ്പോൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ധൃതിയിലായിരുന്നു കേട്ടോ. രാവിലെ ഒരു കട്ടൻ മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ബാക്കി ഒന്നും കഴിച്ചിട്ടില്ല. പിള്ളേരാണെങ്കിൽ നട്ട്സൊക്കെ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി ഇറങ്ങി ആദ്യം തന്നെ ഫസ്റ്റ് എവിടെയെങ്കിലും കഴിക്കാൻ കയറണം. അപ്പോൾ കുറച്ചു നേരം നിന്ന് അവിടെ നിന്ന് ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പതിയെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തു കേട്ടോ. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കുന്നതുകൊണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന റൂട്ട് പോട്ടെ എന്ന് ഓർത്ത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. Invisible. അങ്ങനെ ഫസ്റ്റ് സ്റ്റേയുടെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയി.
അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തിയട്ടോ. എത്തിയപ്പോഴത്തേക്കും 12-12:30 ആയിരുന്നു. ഇനി എന്തിനാ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി അങ്ങനെ ബ്രഞ്ച് ആക്കാന്ന് ഓർത്തിട്ട് ഞങ്ങളെല്ലാവരും ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ആയിട്ടോ കഴിച്ചത്. നല്ല ഫ്ലേവർ ആയിരിക്കും. ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങളുടെ ബ്രഞ്ച് ഞങ്ങൾ കഴിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലേവേർഡ് ആയിരുന്നു. അങ്ങനെ ബ്രഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ലേക്ക് വ്യൂവിൻ്റെ അവിടെ വന്നു. ബോട്ടിംഗ് എന്നും പറഞ്ഞാൽ വന്നതെങ്കിലും കുതിരനെ കണ്ടപ്പോൾ അഗിക്ക് കുതിരപ്പുറത്ത് കയറണം. അങ്ങനെ കുതിരപ്പുറത്തും കയറി, അഗിയുടെ കൂടെ ആമയും കയറി. അങ്ങനെ ബോട്ടിംഗ് എന്ന് പറഞ്ഞു വന്നിട്ട് ബോട്ടിങ്ങിലല്ലാതെ കുതിരപ്പുറത്തും സൈക്കിളിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സഫാരി. അപ്പൊ ഇത് കണ്ടപ്പോൾ ഏട്ടനൊരാഗ്രഹം ആമിയുടെ ഫോട്ടോ വരപ്പിക്കണം, എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞ് ഞാനും കൂടെ നിന്നു. അങ്ങനെ വരച്ചു വന്നപ്പോഴത്തേക്കും ഏട്ടന് ഒട്ടും ആമിനെ പോലെ തോന്നിയില്ലെന്നാ പറഞ്ഞ. എനിക്ക് ചെറിയൊക്കെ ഷേപ്പൊക്കെ തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയ കമൻറ്റ് ചെയ്യണേ. പിന്നെ പുള്ളിക്കാരുടെ ടാലൻറ്റ് സമ്മതിക്കണം. ജസ്റ്റ് 20 മിനിറ്റ്സ് കൊണ്ടാണ് അത് ഇത്രയും വരച്ചെടുത്തത്. ജസ്റ്റ് ഒരു ഹാഫ് അവറത്തേക്ക് 150 ആട്ടോ സൈക്കിൾ ചാർജ്. അതുകൊണ്ട് 2-3 സൈക്കിളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മാറി മറിച്ചൊക്കെ ഓടിച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഫ്രണ്ടിൽ കൊട്ട വെച്ചിട്ടുള്ള സൈക്കിൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിധിക്കുട്ടി ആമി നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ സൈക്ലിങ്ങും കുതിര സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. സ്ട്രോബെറി കൊതിച്ചാണ് ഗൈസ്. സ്ട്രോബെറി കാണിച്ചെടുത്ത് വേണോന്ന്. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് ഗുണ കേവിലോട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ പോകുന്ന റൂട്ട് തന്നെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ആ പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പിടിച്ചു. അപ്പോൾ ആ യാത്രയാണിത്. അതെങ്ങോട്ടാണെന്നും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാവേ. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ ബൈ.